വഞ്ചിയൂരിലെ കേസ് അതിൽ കുറേ ദുരൂഹതകളുണ്ട്. നമുക്ക് പലപ്പോഴും അതിലെ പരാതിക്കാരി പറയുന്നതൊന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ കുറേ പേർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ശാരീരികമായി പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കാൻ, പീഡനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അടി, ശാരീരികമായി ഈ ഉപദ്രവിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങളും തമ്മിലുള്ള ശത്രുത ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇത് വേറെ രീതിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമുക്കറിയേണ്ടത്, ABC-യുടെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, സാർ ഒരു സീനിയർ അഭിഭാഷകനാണ്, ഒരുപാട് കേസുകൾ വാദിച്ച് വിജയിച്ചിട്ടുള്ള ഒരു അഭിഭാഷകന് എന്ന നിലയിൽ എന്താണ് സാർ യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത്? നോക്കൂ, നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിയുടെ പരാതിയായിട്ട് ഇതിനെ കാണണ്ട. 5 വർഷം നിയമം പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമപരമായ പരിജ്ഞാനമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്നെ ആദ്യത്തെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അവരെ നേരത്തെ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ അവരെ ഉപദ്രവിച്ചു. അയാൾ 6.5 അടി ഹൈറ്റുള്ള ആളാണ്, അയാൾ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളാണ്, അയാൾ എയർഫോഴ്സുകാരനാണ്. അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ പലതരത്തിലുള്ള ശാരീരിക ഉപദ്രവങ്ങളുണ്ടായിട്ടും പിന്നെയും എന്തുകൊണ്ട് ഈ പെൺകുട്ടി അവിടെ തുടർന്നു എന്നുള്ളത് തന്നെ ഈ സംഭവത്തിന് ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാർ, ഒരു ചോദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ നേരത്തെ ഇത്തരത്തിൽ ശാരീരികമായി ഈ വക്കീൽ ഉപദ്രവിച്ചുവെങ്കിൽ ഇവർക്ക് ബാർ കൗൺസിലിൽ പരാതി കൊടുക്കാമായിരുന്നു. ബാർ കൗൺസിലിൽ ഇവർക്ക് അയാളെ സീനിയർ അഭിഭാഷകൻ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അയാളൊരു സീനിയർ അഭിഭാഷകനൊന്നുമല്ല, അയാളൊരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം തന്നെയല്ല, അയാളൊരു വക്കീൽ സംസ്കാരമുള്ള ആളെന്നും അയാളെ പറയാൻ പറ്റില്ല. കാരണം അയാളൊരു എയർഫോഴ്സുകാരനാണ്. എന്തായാലും അപ്പോൾ അത്തരത്തിൽ ഒരു ലോ കോളേജിൽ പഠിച്ച് ചെറുപ്പത്തിൽ തന്നെ എൻറോൾ ചെയ്ത് ഒരു സീനിയറിൻ്റെ കീഴിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു അഭിഭാഷകൻ്റെ സംസ്കാരവും ഒരു എയർഫോഴ്സിൽ നിന്ന് വന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം വരുന്നവരുടെ സംസ്കാരം, ഈ റിട്ടയർമെൻറ്റ് ഹാൻഡ്സ് പലപ്പോഴും അവരുടെ വർക്ക് കൾച്ചർ പലപ്പോഴും ഈ മേഖലയിൽ കുറച്ചൊക്കെ സ്വാധീനിക്കപ്പെടാം. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. തിരുവനന്തപുരം ബാർ അസോസിയേഷനിലെ വനിതാ അഭിഭാഷക, ആ വനിതാ അഭിഭാഷകയ്ക്ക് മുമ്പ് പീഡനം ഉണ്ടായി, മുമ്പ് ഉപദ്രവം ഉണ്ടായി എന്ന് അവർ തന്നെ പറയുന്നു. അതിനുശേഷം വീണ്ടും അവർക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നു, അവർ സംഗതികൾ കുറെ വെളിപ്പെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഈ പെൺകുട്ടി FIR ഇടുന്നതിന് മുമ്പ് തന്നെ, ഈ പെൺകുട്ടി മൊഴി കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഈ സംഭവത്തിൽ സുമോട്ടോയായിട്ട് ഈ പെൺകുട്ടിയുടെ പരാതി ഇല്ലാതിരുന്നിട്ട് പോലും ഈ വക്കീലിനെ സസ്പെൻഡ് ചെയ്തു. തൊട്ടടുത്ത ദിവസം ബാർ കൗൺസിൽ ഓഫ് കേരള ഈ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അഭിഭാഷകൻ്റെ പേരിൽ നടപടിയെടുക്കാനുള്ള അന്തിമമായ അധികാരം ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് മാത്രമാണ്. അപ്പോൾ ആ ബാർ കൗൺസിലും ഇയാളുടെ പേരിൽ നടപടിയെടുത്തു, ഇയാളെ പ്രാക്ടീസിൽ നിന്ന് വിലക്കിക്കൊണ്ടതായി. പക്ഷെ നമ്മളിവിടെ ഒരു കാണേണ്ട കാര്യം, ഇന്നലെ ഈ പെൺകുട്ടിയുടെ ഒരു ശബ്ദ സന്ദേശം പൊതുവേ ഇന്നലെ ഏഷ്യാനെറ്റും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇത് ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഞാൻ എല്ലാ മാധ്യമങ്ങളോട് പറയും, എപ്പോഴും ഈ മാധ്യമങ്ങളോട് പറയുമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഒരു പക്ഷേ ആ പെൺകുട്ടി ഒരു 26 വയസ്സുള്ള പെൺകുട്ടിയുടെ അല്ലെങ്കിൽ നിയമപരിജ്ഞാനം ഉണ്ടെങ്കിലും, ഗ്രാജുവേറ്റ് ആണെങ്കിലും വക്കീലാണെങ്കിലും ചില ആ പെൺകുട്ടിയുടെ അപക്വമായ സമീപനമായിട്ട് അതിനെ കാണാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വർഷങ്ങളായി കേരളത്തിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലൊരു ശക്തമായ സമരം അല്ലെങ്കിൽ ശക്തമായൊരു പോര് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ബാറിലാണെങ്കിൽ തന്നെ വഞ്ചിയൂർ നേരത്തെ സംഘടനകളുണ്ടായിട്ടുണ്ട്, തിരുവനന്തപുരത്ത് സംഘടനകളുണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഇതിനെ ഒരുപാട് ഊതിപ്പെരിപ്പിച്ച് ഇതിനെ വളരെ പർവ്വതീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയം നടന്ന അന്നു മുതൽ തന്നെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ചയിലുണ്ടായിട്ടും വഞ്ചിയൂരിൽ ഒരു 2-3 ക്യാമറ സംഘത്തെയും വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് അടക്കമുള്ള, ഇതിനകത്ത് ഏറ്റവും മുൻപന്തിയുള്ള ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ അവിടെ നിന്നുകൊണ്ട് ലൈവ് റിപ്പോർട്ടിങ്ങാണ് പലപ്പോഴും. അത് ഒരു പരിധിവരെ ഇത്രയും അവിടെ വക്കീലിനെ സസ്പെൻഡ് ചെയ്തില്ലേ, വക്കീലിനെ ബാർ കൗൺസിലിൽ നിന്ന് പ്രാക്ടീസ് വിലക്കിയില്ലേ, FIR എടുത്തിട്ടില്ലേ, പിന്നെ ആര് പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിൽ, തിരുവനന്തപുരത്ത് ഒരു മാധ്യമപ്രവർത്തകനെ IAS-കാരനായ ഒരാൾ, അയാൾ ഡോക്ടറായിരുന്ന ഒരാൾ, മാധ്യമപ്രവർത്തകനെ വാഹനമിടിച്ച് വനിതാ സുഹൃത്തിനോടൊപ്പം അമിത ലഹരിയിൽ മദ്യപിച്ച് വെളിവില്ലാതെ സ്വബോധമില്ലാതെ പോയി ഇടിച്ച് കൊന്ന കേസുണ്ടായി. അതിനകത്ത് ഈ മാധ്യമപ്രവർത്തകരുടെ ആർജവം എവിടെ പോയി? അതിനകത്തിൽ ഈ ഡോക്ടർമാരെ, തിരുവനന്തപുരം മെഡിക്കലിലെ ഡോക്ടർമാരെ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം നീചമായ കൃത്യങ്ങൾ ചെയ്തു. IAS അസോസിയേഷൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അടക്കം സമ്മർദ്ദം ചെലുത്തിയില്ലേ ഇതിനകത്തിൽ ഈ വിഷയത്തിൽ. നമുക്കത് പോട്ടെ, ആ ഒറ്റപ്പെട്ട സംഭവമായിട്ട് അതിനെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രൂട്ടൽ മർഡർ നടന്ന ഒരു കൊലപാതകമാണ്
പുത്തൂർ ഷീലാവധക്കേസിലെ പ്രതിയും സംശയിക്കപ്പെടുന്ന സമ്പത്തിനെ കൊണ്ട് 68ഓളം ദേഹത്ത് മൃഗീയമായ മുറിവുകളുണ്ടായിരുന്ന സംഭവത്തിൽ മുഹമ്മദ് യാസിനും വിജയ് സാക്കറേയും പ്രതികളായിരുന്നു ആ കേസിനകത്തിൽ. അവരെ സംരക്ഷിച്ചത് ആരാണ്? അവരെ സംരക്ഷിച്ചതും IPS അസോസിയേഷനാണ്. ഫോർട്ട് ഉദയകുമാർ തിരുവനന്തപുരത്ത് അറിയാമല്ലോ, തനിക്കറിയാമല്ലോ, ഫോർട്ട് ഉദയകുമാറിനെ കൊന്ന കേസിനകത്ത് പോലീസ് അസോസിയേഷൻ എന്തെല്ലാം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തു. അവരെ പ്രൊട്ടക്ട് ചെയ്തത് ആരാണ്? അവരുടെ അസോസിയേഷൻ അല്ലേ? ഏറ്റവും അവസാനം ഈ പറയുന്ന വാരാപ്പുഴ ശ്രീജിത്തിൻ്റെ കേസിലും ഫോർട്ട് ഉദയകുമാറിൻ്റെ കേസിലും പീരുമേട് രാജ്കുമാറിൻ്റെ കേസിലും ഒക്കെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടി എത്രമാത്രം പണം അസോസിയേഷൻ പണപ്പിരിവ് നടത്തി, പോലീസ് അസോസിയേഷൻ. അതിൽ അത്രയും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അഭിഭാഷക സമൂഹം ചെയ്തോ? അഭിഭാഷക സമൂഹം ഒറ്റക്കെട്ടായി ആ പെൺകുട്ടിക്ക് പിന്തുണ കൊടുത്തു. പക്ഷേ ഇതിനകത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളത് മാത്രം ധന്യ ചോദിച്ചതുകൊണ്ട് ഞാനതിന് മറുപടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിന് ഏത് അർത്ഥത്തിലാണെങ്കിലും ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ ഇതിലുള്ള ദുരൂഹത എന്ന് പറയുന്നത് പല കാര്യങ്ങളും എന്തിന് തന്നെ ഉപദ്രവിച്ചു എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. അതിനും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. രണ്ടാമത്തത്, നേരത്തെയും ഈ പെൺകുട്ടിക്ക് ഇതുപോലെ ശാരീരിക പീഡനങ്ങൾ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോഴെന്തുകൊണ്ട് ബാർ കൗൺസിൽ പരാതി കൊടുത്തില്ല? പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി എന്തിനാണ് ഇത്തരം ഒരു നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാക്കിയത്? അവിടെയാണ് പലപ്പോഴും അഭിഭാഷകർ പറയാൻ മടിക്കുന്നതും. അഭിഭാഷകർ ഇപ്പോഴും പക്വതയോടുകൂടി, സീനിയർമാരായിട്ടുള്ള പല അഭിഭാഷകരും വളരെ പക്വതയോടുകൂടി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അഭിഭാഷക സമൂഹത്തിന് വേണമെങ്കിൽ സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ ഇയാളെ അനുകൂലിക്കുന്നവരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എത്ര ഉണ്ടെന്നറിയില്ല, ഉണ്ടെങ്കിൽ അവർക്ക് വേണേൽ പറയാം. പക്ഷേ അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ഇതിനെ മറ്റ് മേഖലയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ തൊഴിലിടത്ത് പീഡനം നടക്കുന്ന ഒരു വിഭാഗമാണ് മാധ്യമ സ്ഥാപനം. കേരളത്തിലെ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പെൺകുട്ടികൾ സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്? പിന്നെ ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമയും TV മിനി ഒരു വനിതാ വിമോചക, ആശ ഉണ്ണിത്താൻ വനിതാ വിമോചക, ഈ 2 വനിതാ രക്തങ്ങളെ അവരെ ഞാൻ ഒരിക്കലും മോശമായി പറയുകയല്ല, അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. ഈ 2 വനിതാ അഭിഭാഷകർ വന്നിരുന്ന് പറയുകയാണ് അവിടെ അങ്ങനെയാണ്, കേരളത്തിലെ മൊത്തം എല്ലാ അഭിഭാഷക ഓഫീസുകളിലും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇവരെ കൊണ്ട് അത് ഒരു പറയിപ്പിക്കുന്ന രീതിയിലാണ് നമുക്കതിനെ ഫീൽ ചെയ്യുന്നത്. എന്തോ ഒരു വലിയ സംഭവം ഇതിനകത്തുണ്ട്. വളരെ മോശപ്പെട്ട സംഗതികളാണ് ഈ അഭിഭാഷക മേഖലയിൽ നടക്കുന്നതെല്ലാം. പിന്നെ പലപ്പോഴും ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് വളരെ കൃത്യമായി അല്ലെങ്കിൽ സുരക്ഷിതത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന തൊഴിലിടമാണ് അഭിഭാഷക മേഖല. അവിടെ ഒരു തരത്തിലുള്ള പീഡനങ്ങളും നടക്കാൻ എളുപ്പമല്ല. ഇനി നടത്താൻ ശ്രമിച്ചാൽ പോലും എടുക്കും. കാരണം എന്താ ചോദിച്ചാൽ ഈ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന സിനിമാ മേഖലയിൽ വരുന്ന നൃത്തം പഠിച്ചവരെ പോലല്ല, അല്ലെങ്കിൽ ജേർണലിസം പഠിച്ചവരെ പോലല്ല വനിതാ അഭിഭാഷകർ. അവർ നിയമം പഠിച്ചവരാണ്. അവരെ ഇത് കൃത്യമായി എങ്ങനെ പ്രയോഗിക്കണമെന്ന് കൃത്യമായി അറിയാവുന്നവരാണ്. പിന്നെ ഒരുപാട് കാലത്തെ അധ്വാനവും പരിശ്രമവും ഹാർഡ് വർക്കിംഗ് കൊണ്ട് മാത്രമാണ് ഈ അഭിഭാഷക മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു രംഗത്ത് എത്താൻ പറ്റുന്നത്. പലപ്പോഴും ഈ നിയമം പഠിച്ച ഒരു സീനിയറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന പല വനിതകളുമാണ് ഇന്ന് കേരളത്തിലെ ജുഡീഷ്യറിയിൽ കേരളത്തിലെ ജുഡീഷ്യറിയിൽ ഇന്ന് വനിതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. മജിസ്ട്രേറ്റുമാരും മുൻസിഫ്മാരും സബ് ജഡ്ജിമാരും ഒക്കെ തന്നെ, ജില്ലാ ജഡ്ജിമാരടക്കമുള്ളവരെല്ലാം ഇവരെല്ലാം ഒരു സീനിയറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ്. ഈ തിരുവനന്തപുരത്തെ ഈ ഒറ്റപ്പെട്ട സംഭവത്തെ വെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ അത്രയും ചെയ്യുന്നില്ല, ഞാൻ ചോദിക്കട്ടെ, ദൃശ്യമാധ്യമങ്ങൾ കേരളത്തിൽ എത്ര വാർത്തകൾ മുക്കിയിട്ടുണ്ട്? ദൃശ്യമാധ്യമങ്ങളുടെ ഇക്കാര്യത്തിലുള്ള ഇടപെടൽ സംശയകരമാണ്. പലപ്പോഴും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള അതീവ സമ്പന്നന്മാരായിട്ടുള്ളവർ നടത്തിയ കൊലപാതകങ്ങൾ, വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ, ഹീനമായ കൃത്യങ്ങൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ മുക്കിയിട്ടില്ലേ? മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മുക്കിയിട്ടിട്ടില്ലേ? കാരണം അവർക്ക് പരസ്യയിനത്തിൽ വൻതുക, കോടിക്കണക്കിന് രൂപ. ഇത് കുറച്ച് പേര് ഒരു അടുത്ത കാലത്തായി പലപ്പോഴും കേരളത്തിലെ അഭിഭാഷക സമൂഹത്തോട് ഉള്ള ഒരു ശത്രുത, സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിലുള്ള ശത്രുതയെ, അതിനെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ആളിക്കത്തിച്ചുകൊണ്ട് അതൊരു വലിയ ആഗോള വിഷയമാണെന്നുള്ള മട്ടിൽ മറ്റു വാർത്തകളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഇതിന് വലിയ അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഭിഭാഷക സമൂഹത്തെ മോശമാക്കി ചിത്രീകരിക്കാനാണ്. പിന്നെ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ചിലപ്പോൾ ഒരു ദൗർഭാഗ്യകരമായ സംഭവമായി തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ നിന്ന് അഭിഭാഷക മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം.
അത് വെച്ചുകൊണ്ട് ഈ സംഭവത്തെ മോശമായി പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇതിന് ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഈ അഭിഭാഷകൻ്റെ പേരിൽ കേസെടുക്കണം, ഇയാളെ ജയിലിലടക്കണം, ഇയാളെ കൃത്യമായി വിചാരണ കൊടുക്കണം, ഈ പെൺകുട്ടിക്ക് നീതി കൊടുക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിനകത്തിന് എന്തെങ്കിലും ദുരൂഹമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ ദുരൂഹത കൂടി പുറത്തു കൊണ്ടുവരാൻ ഏഷ്യാനെറ്റ് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു, ഈ അഭിഭാഷകൻ്റെ മുഖത്തുണ്ടായ മുറിവ് ഇത് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി ആണെന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു. അതെങ്ങനെ ഏഷ്യാനെറ്റിന് പറയാൻ പറ്റും? ഇവർ തമ്മിലൊരു ഇയാളുടെ മുഖത്തുണ്ടായ ഒരു മുറിവ് എന്തായാലും അയാൾ ഒരു ഡിഫൻസിന് വേണ്ടി മാത്രം അയാളുടെ ദേഹത്തിന് മുറിവുണ്ടാക്കി അയാൾ പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. തീർച്ചയായിട്ടും സാർ പറയുന്നത് പോലെ ഇതിൻ്റെ അകത്ത് ദുരൂഹതകൾ ഒരുപാടുണ്ട്. നമുക്ക് പലരും സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരണം. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്. തെറ്റ് ചെയ്തത് രണ്ട് ഭാഗത്തുനിന്നുമാണെങ്കിൽ ആ രണ്ട് ഭാഗവും കുറ്റം രണ്ട് ഭാഗവും നമ്മൾ പരിശോധിക്കാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും ഈ സ്ത്രീക്ക് നിയമപരമായ സംരക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കരുതലും നീതിയും കൊടുക്കുന്നതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവം എങ്ങനെയാണ് ഇതിൻ്റെ വിവിധ വശങ്ങൾ കൂടി പരിശോധിക്കാൻ തയ്യാറാവണം. അല്ല അഭിഭാഷക മേഖലയിൽ ഒരു വിഷയം വരുമ്പോൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും OB ബാനുമായിട്ട് നേരെ വഞ്ചൂർ കോടതിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന രീതി അതൊരിക്കലും ഒരു ശുഭകരമായ കാര്യമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.